ഐഫോൺ 13 ഞങ്ങൾ ചെയ്ത സമയത്ത് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അന്ന് സാറ് രാത്രി ഇവിടെ പോവാതെ ഏകദേശം 10:30 വരെ ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഓക്കെ ആക്കിയതിന് ശേഷമാണ് സാർ പോയത്. സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതേപോലെ അതുപോലെ തന്നെ പോസിറ്റീവ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഐഫോൺ ഇതുവരെയും ചെയ്തിട്ടില്ല, CPU ഒന്നും തൊട്ടിട്ടില്ല. ഇപ്പം ഇവിടെ വന്ന് സാറ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ ഐഫോൺ സർവീസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അടിപൊളിയാണ്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു. CPU എല്ലാം ചെയ്തു. 15 Pro വരെയുള്ള എല്ലാത്തിൻ്റെയും CPU ചെയ്തു. വരെയാണ് ഈ 20 ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? 20 ദിവസം കൊണ്ട് താഹിറും ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സാർ 20 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആകുമോ? 15 Pro വരെയുള്ള CPU വരെ ഈ സക്സസ് ആക്കാൻ കഴിയുമെന്നുള്ളത്. ഇപ്പോൾ ഡിയാറ്റിലെ ഐഫോൺ അപ്ഡേഷൻ ക്ലാസ്സിൻ്റെ ഒരു ബാച്ച് കൂടെ ഇപ്പോൾ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് 20 ദിവസം കഴിഞ്ഞ് ഇന്ന് 20ാമത്തെ ദിവസമാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റുഡൻസിനോട് തന്നെ നമുക്ക് ഇവരുടെ സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് കൃത്യമായിട്ട് നമുക്ക് ചോദിച്ചറിയാം. ഈ ഒരു ബാച്ചിനെ കുറച്ച് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നല്ല ടെക്നീഷ്യന്മാർക്ക് നല്ല പരിചയമുള്ള കേരള ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിലൂടെ നമുക്കൊക്കെ പരിചയമായിട്ടുള്ള ഒരാളുണ്ട് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ തന്നെ മുന്നേ പഠിച്ചിട്ടുള്ള, അതായത് റെഗുലർ ബാച്ച് കഴിഞ്ഞ് പോയിട്ടുള്ള ഒരാൾ നമ്മൾ താഹിർ, അത് കഴിഞ്ഞതിന് ശേഷം അപ്ഡേഷൻ ബാച്ചിലേക്ക് വന്നിട്ടാണ്. പിന്നെ ഡയലോഗിലെ ഒരു മെയിൻ ടെക്നീഷ്യൻ ആയിട്ടുള്ള ഇൻസാഫ്, ഇങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ, ഇങ്ങനെ ഒരുപാട് ആളുകളുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു ബാച്ച് തന്നെയാണത്. അപ്പോൾ ഇവരോട് നമുക്ക് നേരിട്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയേണ്ടത് സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്കാണ്. കാരണം നിങ്ങൾ ഇതേപോലെ ഫീഡ്ബാക്ക് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വീഡിയോ കണ്ടിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതേപോലെ ഇനിയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് പറയുന്നത് ഇത് കേട്ടിട്ടാണ് ഒരാൾ ഇവിടേക്ക് വരേണ്ടത് അല്ലേ? അപ്പം ഒരാൾ നിങ്ങളോട് എന്ത് ചെയ്യരുത്, നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അവിടെ പോയത്, എനിക്ക് നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ പറഞ്ഞ ആ രീതിയിലുള്ള അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരാളും പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾ പറയുന്നത്. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ പോസിറ്റീവ്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടുള്ള ഫീഡ്ബാക്ക് വരും. അതിന് തന്നെ നമ്മളെ മല്ലു ടെക് തന്നെ പറയട്ടെ, എങ്ങനെയുണ്ട്? അല്ല, കേരള ടെക് തന്നെ പറയട്ടെ. അത്യാവശ്യം ഇതിന് മുന്നേ ഇവിടെ വരുന്നതിന് മുന്നേ നോർമൽ ഐഫോണിൻ്റെ നോർമൽ വർക്ക് മാത്രമേ ചെയ്യുള്ളൂ, ഡീപ്പായിട്ട് ചെയ്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം CPU ഉൾപ്പെടെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. ചെയ്തതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. 15 വരെ ഇപ്പോൾ ചെയ്തു, വർക്കിംഗ് ആണ്, എല്ലാം ചെയ്തു. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അറിഞ്ഞത്? കാരണം ഓൺലൈൻ വഴി തന്നെയായിരുന്നത്, ഇൻസ്റ്റാഗ്രാം വഴി തന്നെയായിരുന്നത്. വീഡിയോ കണ്ടതാണ്, പോസ്റ്റർ വീഡിയോ കണ്ടാണ്. അതിന് മുന്നേ അവിടെ പഠിച്ചു പോയ ആരെങ്കിലും നിങ്ങൾ ഇല്ല, റെഫറൻസ് എടുത്തില്ല. ഓൾറെഡി ഓൺലൈൻ റെഫറൻസ് മാത്രമേ എടുത്തുള്ളൂ. ഓൺലൈൻ റെഫറൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സക്സസ് ആണ്. അപ്പോൾ ഇനി ഒരാൾ ഇവിടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ അത്യാവശ്യം ബെറ്റർ തന്നെയാണ്, ബെറ്റർ ഓപ്ഷൻ. നിങ്ങൾ കുറേ സ്ഥാപനങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല. ഡിയാറ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം ഐഫോൺ 15 അടക്കം വർക്കിംഗ് ബോർഡ് വെച്ചിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പം ലോ മോഡൽ മുതൽ ഇപ്പോൾ വർക്കിംഗുള്ള 50 സീരീസ് 50 Pro വരെ ബോർഡ് വർക്കിങ്ങിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം അന്വേഷിച്ചപ്പോൾ നോർമലി 40 സീരീസ് വരെയാണ് പറഞ്ഞത്. 50 അവർ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുകയാണെങ്കിൽ തരും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ ഇവിടെ കൺഫേം പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 തരും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തിരഞ്ഞെടുത്തത്. തരും ചെയ്തു, സക്സസ് ആയി. ഹാപ്പിയാണ്. ഓക്കെ, നെക്സ്റ്റ് അഫ്സൽ പറഞ്ഞോ. ഞാനൊന്നും ചോദിക്കുന്നില്ല, അഫ്സലിന്റെ കാര്യങ്ങൾ ഓവറോൾ ഉള്ള എക്സ്പീരിയൻസ്. ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് വന്നത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ മുമ്പ് അപ്ഡേഷൻ ക്ലാസ് കഴിഞ്ഞ് പോയത് ഐഫോണിൻ്റെ, അവനും സജക്ട് ചെയ്ത് ഇവിടെ ബെറ്ററാണ്. പിന്നെ മെയിനായിട്ട് ഇതന്നെ 15 Pro 15 സീരീസ് വരെ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ബാക്കി ഇവിടുന്ന് കഴിഞ്ഞാലും നമുക്ക് സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. ഓക്കെ, ഇന്നിപ്പോൾ ക്ലാസ് കഴിയാണ് അല്ലേ? കംപ്ലീറ്റ് ക്ലാസ്സും കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ആഷിഖ് സാറ് ക്ലാസ്? അടിപൊളിയാണ്. ആഷിഖ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം ചെയ്തു. CPU എല്ലാം ചെയ്തു. 15 Pro വരെയുള്ള എല്ലാത്തിൻ്റെയും CPU ചെയ്തു. സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഒരാൾ ഇവിടേക്ക് സജസ്റ്റ് ചെയ്യും. നമ്മൾ തന്നെ മുന്നേ ഉള്ളൊരു സ്റ്റുഡൻസ് ആണ്. നമ്മൾ റെഗുലർ ബാച്ചും ഇവിടെ തന്നെ കഴിഞ്ഞ ആളാണ് നമ്മുടെ താഹിർ. അത് കഴിഞ്ഞപ്പോൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് താഹിർ. താഹിറിൻ്റെ ഒരു അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. അഭിപ്രായം എന്താ വെച്ചാൽ ഇവിടെ പഠിച്ചു പോയത് തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാം അറിയാം ഓൾറെഡി. അതുകൊണ്ട് പിന്നെ കൂടുതലായി പുറത്തൊന്നും എല്ലാം അന്വേഷിച്ചില്ല. ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ അപ്ഡേഷൻ പുറത്തു പോകാൻ വേണ്ടി
ഇനി ഇറങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല, റെഗുലർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ബാച്ച് കഴിഞ്ഞ് എത്ര മാസമായി? ഒരു വർഷം ആവുന്നുള്ളൂ. ഒരു വർഷം ആവുന്നുള്ളൂ. ഇപ്പോൾ ഏതുവരെയുള്ള ബോർഡ് ചെയ്തു? ഞാൻ ഇപ്പോൾ 15 Pro CPU സക്സസ് ആയിട്ട് ചെയ്തു. 15 Pro CPU സക്സസ് ആക്കി. അതായത് നമ്മൾ റെഗുലർ ബാച്ച് കഴിഞ്ഞ് നമ്മൾ പ്ലേസ്മെൻറ്റ്, നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് പ്ലേസ്മെൻറ്റിലേക്ക് പോയി. അത് ഒരു വർഷം ആയിട്ടില്ല, തികഞ്ഞിട്ടില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ അപ്ഡേഷൻ ബാച്ച് എടുത്ത് അതിൽ 15 Pro CPU വരെ സക്സസ് ആക്കിയിട്ടുള്ള താഹിറാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത്. അടുത്ത നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഫിൻ്റെ അടുത്തേക്ക് പോകാം. ഞാൻ ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ കണ്ടിട്ട് അവിടെ എത്തി. പിന്നെ ആൻഡ്രോയിഡ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, അതും ചെയ്യലുള്ളൂ. CPU വർക്ക് ചെയ്യുന്നു, ഐഫോണൊന്നും CPU വർക്ക് അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ചെയ്ത് 15 Pro ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഏത് വീഡിയോ? അൻവർ എന്ന് പറഞ്ഞ ആളെ. അൻവർ സാദിഖിന്റെ വീഡിയോ അല്ലേ? അൻവർ സാദിഖിന്റെ വീഡിയോ കണ്ട ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. അൻവർ സാദിഖിന്റെ വീഡിയോ കണ്ട ആൾക്കാരുണ്ട് അല്ലേ? അൻവർ സാദിഖിന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് അൻവർ സാദിഖ് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയോ? എല്ലാം കിട്ടി. എല്ലാം കിട്ടിയിട്ടുണ്ട്. എല്ലാം കിട്ടി. അപ്പൊ അത് വെറുതെ ഒരു അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് പറഞ്ഞല്ല എന്നുള്ളത് മനസ്സിലായി അല്ലേ? ഓക്കെ. വേറെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്? വേറെ ഞാൻ ഐഫോൺ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം 15 Pro Max വരെ ഇപ്പോൾ ചെയ്ത് CPU ചെയ്ത് ഇന്നിപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഓക്കെയാണ്, ഒരു കോൺഫിഡൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെയാണ്, ഹാപ്പിയാണ്. നെക്സ്റ്റ് മുസ്തഫ. മുസ്തഫ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് മുസ്തഫ? ഞാൻ 1.5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ. ഓക്കെ. ഞാൻ നോർമൽ വർക്കാണ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഐഫോണും അല്ലാണ്ട് ചെയ്തിട്ടില്ല വർക്ക്. ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് പിന്നെ ഞാൻ ഡേറ്റിനെ കുറിച്ചിട്ട് അറിഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ ഏത് വീഡിയോ കണ്ടിട്ടുള്ളത്? ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ റിവ്യൂസ് കണ്ടിട്ടുണ്ട്, കുട്ടികളുടെ റിവ്യൂസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സാറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തപ്പം 15 Pro വരെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ 15 Pro CPU ചെയ്ത് സക്സസ് ആണ്. ഓക്കെ. ഇനിയിപ്പോ എന്റെ കൂടെ പഠിച്ച കുറെ ആളുകൾ ഉണ്ടാവില്ല, അവർക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ടും ചെയ്യും. അപ്പം ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാന്നാണോ പറയുന്നത്? ഓക്കെ. എന്താണ് ഇനി അപ്ഡേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ സാറും ഒക്കെയാണ്, നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാത്രം അടുത്ത ഇത് എടുക്കുള്ളൂ. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കി, അത്രയും ക്ലിയർ ആക്കിയിട്ട് സാർ അടുത്ത് എടുക്കുള്ളൂ, അടുത്ത പോർഷനിലേക്ക് പോകുള്ളൂ. ഓക്കെ. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഈ 20 ദിവസം കൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുമോ? ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? 20 ദിവസം കൊണ്ട് താഹിറും ചോദിച്ചിട്ടുണ്ട്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, സാർ 20 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആവുമോ? 15 Pro വരെയുള്ള CPU വരെ എനിക്ക് സക്സസ് ആക്കാൻ കഴിയുമോ എന്നുള്ളത്. ഈ 20 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? 20-20 ദിവസം നിൽക്കും. എല്ലാവരും CPU 15 വരെ സക്സസ് ആക്കി നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമുണ്ടോ? ആ ടെക്നീഷ്യന്മാരോട് എല്ലാവരോടും നിങ്ങൾക്ക് 100% ഷുവറായിട്ട് പറഞ്ഞൂടെ? അത് എന്തുകൊണ്ടാണ് ആ ഒരു 20 ദിവസം കൊണ്ട് നിങ്ങൾ ഇത്രയും ക്ലിയർ ആവാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യം? ഞങ്ങളെ മാഷ് തന്നെയാണ്, കാരണം ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് എന്തും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിലും പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, നമുക്ക് കറക്റ്റ് ക്ലിയർ ആയി പറഞ്ഞു തരും. എന്തെങ്കിലും മനസ്സിലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സാർ എക്സ്ട്രാ രാത്രിയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷമാണ് സാർ ഇവിടുന്ന് പോകാറുള്ളത്. ഞാൻ നിങ്ങളെ എൻക്വയറി ചെയ്ത സമയത്ത് ഞാൻ ക്ലാസ്സിന്റെ ടൈം എത്ര പറഞ്ഞിരുന്നത്? 10 to 5 അല്ലേ? എത്ര മണി വരെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് സാർ? ഞങ്ങൾക്ക് സാറ് 5 മണി വരെ എന്നാണ് സാറ് എടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കൂടുതൽ നേരം സാറ് ഇവിടെ നിന്നിട്ടുണ്ട്, 10 മണി 10:30 വരെയൊക്കെ നിന്നിട്ടുണ്ട് സാർ. അതായത് നമ്മൾ ടൈം പീരീഡ് പറയുന്നതെന്നുള്ളൂ, കാരണം അത് അപ്ഡേഷൻ ക്ലാസ് ആണ്. നിങ്ങൾ പല ലെവലിലുള്ള ആളുകളാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യണം? 20 ദിവസം കഴിയുമ്പോൾ ഒരേ ലെവലിലേക്ക് എത്തിക്കണം വേണ്ടേ? അപ്പോൾ അതിന് ചിലപ്പോൾ കൂടുതൽ ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടി വരും അല്ലേ? ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് സാർ ക്ലാസ്സിൽ തന്നിട്ടുള്ളത് ആണോ? അതായത് കെയർ കൂടുതൽ തരേണ്ട ആളുകൾക്ക് ഇത് ഒരു iPhone 13 ഞങ്ങൾ ചെയ്ത സമയത്ത് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അന്ന് സാറ് രാത്രി ഇവിടെ പോവാതെ ഏകദേശം 10:30 വരെ ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും ഓക്കെ ആയതിന് ശേഷമാണ് സാർ ഇവിടുന്ന് പോയത്. CPU ചെയ്യുന്നുണ്ട്. അതേപോലെ മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ പറയാനുണ്ടോ? നോർമലി അത്യാവശ്യം സാറിന് പരിചയമുണ്ട്, ക്ലാസ് എടുത്തിട്ട് പരിചയമുണ്ട്. നോർമലി ഒരു ടെക്നീഷ്യൻ അറിയുന്നതിനേക്കാളും കൂടുതൽ സാറിന് ഇതിനെക്കുറിച്ച് അറിവുണ്ട്, അതിനാണ് ബെറ്റർ. ഓക്കെ. അപ്പോൾ ഒരു ടെക്നീഷ്യൻ ക്ലാസ് എടുക്കുന്നതിൽ ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഇവിടുത്തെ ഒരു ക്ലാസ്സിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അത് സാറിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ. എന്താണ് പ്രത്യേകിച്ച് ഒരു മനസ്സിലായ കാര്യങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഐഫോൺ ഇതുവരെയും ചെയ്തിട്ടില്ല, അവർക്ക് CPU ഒന്നും തൊട്ടിട്ടില്ല. ഇപ്പം ഇവിടെ വന്ന് സാറ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പോൾ ഐഫോൺ സർവീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഏത് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും എന്ത് കംപ്ലൈന്റ് സോൾവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്.
കോൺഫിഡൻ്റ് ആയി. ഓക്കെ